ക്രിസ്മസ് രാവിൽ കുർബാനകളാൽ മുഖരിതമാവുകയാണ് ദേവാലയങ്ങൾ. ഇനി നാടാകെ തിരുപ്പിറവിയുടെ ആഘോഷം ഈ രാത്രി അവസാനിക്കുന്നില്ല. പ്രതീക്ഷകളുടെയും പങ്കുവെക്കലിന്റെയും പകലിലേക്ക് മിഴി തുറക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ കൊച്ചി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. നിതിൻ, ക്രിസ്മസ് ആശംസകൾ. ഏത് തരത്തിലുള്ള ആഘോഷമാണ് ഇപ്പോൾ കൊച്ചി സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നടക്കുന്നത്? എന്തൊക്കെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് പള്ളികളിൽ? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ പള്ളിയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് പ്രാർത്ഥനാ നിർഭരമായ മണിക്കൂറുകളാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലുള്ള സിറോ മലബാർ സഭ ആസ്ഥാനത്താണ്. സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അല്പസമയത്തിനും, അതായത് 11 തന്നെ ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിശ്വാസികളുടെ വലിയൊരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നു. ഇപ്പോൾ ഈ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ദീപാലങ്കൃതമായിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ദീപങ്ങളൊക്കെ തന്നെ അലങ്കരിച്ചുകൊണ്ട് ഇവിടെ വളരെ മനോഹരമാക്കി തന്നെ വിശ്വാസികളെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. 11 തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. പള്ളിക്കുള്ളിലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അവിടെ നിന്ന് തിരുപ്പിറവിയുടെ ഭാഗമായി കർമ്മങ്ങളുടെ ഭാഗമായി ഉണ്ണിയേശുവിന്റെ രൂപമായി പ്രദക്ഷിണം നടക്കും. ഉണ്ണിയേശുവിന്റെ തീ കായ്ക്കൽ ചടങ്ങാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഈ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മുന്നിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇതിനം തന്നെ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുമായി ചടങ്ങുകൾ ആരംഭിക്കും. ശേഷം വീണ്ടും ഉണ്ണിയേശുവിന്റെ രൂപമായി കൽക്കുരിശ് വരെ പ്രദക്ഷിണം നടക്കും. അതിനുള്ള ഈ തയ്യാറെടുപ്പുകളും അവിടെ നടത്തിക്കഴിഞ്ഞു. എന്തായാലും ഉണ്ണിയേശുവിന്റെ ഈ കൽക്കുരിശ് വരെയുള്ള പ്രദർശനം നടത്തിയ ശേഷം ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിൽ കിടത്തും. പിന്നീട് പുൽക്കൂട്ടിനുള്ളിൽ പള്ളിക്കുള്ളിൽ വീണ്ടും ഈ കുർബാനയുടെ തുടർഭാഗങ്ങൾ നടക്കും. ഈ സമയത്താണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ക്രിസ്മസ് ദിന സന്ദേശം നൽകുക. അങ്ങനെയാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ തന്നെ ഈ രാത്രി ഇവിടെ നടക്കും. അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസ സമൂഹത്തെ ആകെ തന്നെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. എന്തായാലും വിവിധ പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ഈ തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂട്ടിലാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ചടങ്ങുകൾക്ക് ശേഷം ഉണ്ണീശുവിനെ കിടത്തുക. അതിനുശേഷം വീണ്ടും പള്ളിക്കുള്ളിൽ ചടങ്ങുകൾ നടക്കും. പ്രാർത്ഥന ഇന്ന് രാത്രി ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നടക്കും. അതിൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകും. അങ്ങനെയാണ് ഇവിടെ ഈ ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. വൈകാതെ തന്നെ ഈ പള്ളിക്കുള്ളിൽ പ്രാർത്ഥനകൾ ആരംഭിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന റാഫേൽ തട്ടിൽ വിശ്വാസികളുമായി പുറത്തേക്ക് വരും. പിന്നീട് അന്നത്തെ ദിനം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇവിടെ നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. 11 പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക. അതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ ഓരോരുത്തർ ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവിത, നിതിനുമപ്പോൾ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകൂ. കൊച്ചി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്നാണ് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.